പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പൗലോസ് അപ്പസ്തോലൻ റോമാസഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായത്തിലെ ആദ്യ വചനം നമ്മളിന്ന് ധ്യാനിക്കുകയാണ്. ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ശിക്ഷാവിധിയില്ല. യേശുവിൻ്റെ തിരുവുത്ഥാനത്തിന് ശേഷം ശിഷ്യ സമൂഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ വിളക്കുമായി കടന്നു ചെന്നു, പ്രത്യേകിച്ച് അപ്പസ്തോലന്മാർ. അങ്ങനെ പല സ്ഥലത്തും യേശുക്രിസ്തുവിലുള്ള ജീവിതത്തെക്കുറിച്ച് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് പൗലോസ്ലീഹ ഈ ലേഖനം എഴുതുന്നത്. ഇന്ന് നമുക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ചോ യേശുവിൽ ഉള്ള ജീവിതത്തെക്കുറിച്ചോ യേശു സ്ഥാപിച്ച സഭയെക്കുറിച്ചോ അറിയാവുന്നതിനേക്കാൾ കൂടുതലായി അന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇത്രയും തന്നെ അറിയുമോയെന്ന് ചോദിച്ചാൽ ക്രമേണ ഓരോ രഹസ്യവും വെളിപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട തിരു രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് അവർ കടന്നു വന്നുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. നമുക്കറിയാം, ഈശോ തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അങ്ങനൊരു സന്ദേശം കൃത്യമായിട്ട് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. മാത്രമല്ല 15-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനത്തിലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് യേശു വെളിപ്പെടുത്തിയ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും തൻ്റെ വാക്കുകളിലൂടെയും വെളിപ്പെടുത്തിയ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളുടെ ചുരുൾ അഴിഞ്ഞു വന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷമാണ്. അതിനു മുമ്പ് അപ്പസ്തോലന്മാർക്ക് ആർക്കും ഇത് വ്യക്തമായിട്ട് ഗ്രഹിക്കാൻ സാധിച്ചില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടി ദൈവിക രഹസ്യങ്ങൾ കൂടുതൽ ആഴത്തിൽ അവർക്ക് മനസ്സിലായി. അങ്ങനെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ടിരുന്ന ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. പാപത്തിൻ്റെ ദുർഭരണത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിച്ച മോചിപ്പിച്ച ഈശോയുടെ രക്ഷാകര ബലിയുടെ ഫലം ദൈവമക്കൾക്ക് ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കണം. അങ്ങനെ ഐക്യപ്പെട്ടിരുന്നാൽ ശിക്ഷാവിധി ഇല്ല. ഇവിടെ നമുക്കറിയാം, രക്ഷയിലേക്കുള്ളൊരു വിധിയുണ്ട്, ശിക്ഷയിലേക്കുള്ള വിധിയുണ്ട്. ഓരോ മനുഷ്യൻ്റെയും മരണനിമിഷത്തിൽ ആ വ്യക്തിയുടെ തനതു വിധി, പേഴ്സണൽ ജഡ്ജ്മെൻറ്റിൻ്റെ അനുഭവത്തിലൂടെ അയാൾ കടന്നു പോകേണ്ടി വരും. യേശുവിൻ്റെ 2-ാം വരവിൻ്റെ അവസരത്തിൽ അല്ലെങ്കിൽ ലോകാവസാനത്തിൽ ഒരു പൊതുവിധി, യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് രക്ഷയിലേക്കും അല്ലാത്തവർക്ക് നാശത്തിലേക്കും കടന്നു പോകാൻ ഇടവരുന്ന ഒരു പൊതുവിധിയുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നു. അത് വചനാധിഷ്ഠിതമായൊരു പ്രബോധനവുമാണ്. എന്നാൽ തനതു വിധി എന്ന് പറയുന്ന നമ്മളൊക്കെ കടന്നു പോകേണ്ട ഒരു വസ്തുതയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്രബോധനങ്ങളുണ്ട്. അത് രക്ഷയുടെ ഒരു വിധിയാണോ ശിക്ഷയുടെ വിധിയാണോ, അത് ഓരോ വ്യക്തിയും ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് അത് നിശ്ചയിക്കപ്പെടും. അയാൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ആളാണെങ്കിൽ, യേശു ക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യേശുവിലുള്ള ആ ജീവിതത്തിൻ്റെ തുടർച്ച, ദൈവരാജ്യത്തിലുള്ള ജീവിതത്തിൻ്റെ തുടർച്ച, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തോടുകൂടി അയാൾ അനുഭവിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ,
പലരുടെയും മനസ്സിൽ സ്വർഗം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത ഈ ലോക ജീവിതത്തിന് ശേഷം വരാൻ പോകുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു ചിന്തയും അറിവും പലർക്കും ഉണ്ടെങ്കിലും ഈ ലോക ജീവിതത്തിൻ്റെ തുടർച്ചയാണ് അത് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറയുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ഈ ലോക ജീവിതത്തിൽ ഒരു വ്യക്തി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കണം. ഈ ഐക്യപ്പെട്ടിരിക്കുന്ന അവസ്ഥ പരിശുദ്ധാത്മാ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയാണ്. ഇതിനാണ് ദൈവരാജ്യം എന്ന് സുവിശേഷം അല്ലെങ്കിൽ ബൈബിൾ പറയുന്നത്. ദൈവരാജ്യത്തിലായിരിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് നിയന്ത്രിക്കപ്പെട്ട് ജീവിതം നയിക്കുന്ന ദൈവപിതാവിൻ്റെ മക്കളുടെ സ്വാതന്ത്ര്യവും സമ്മാനങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ദൈവരാജ്യത്തിലുള്ള ഈ ലോക ജീവിതത്തിന് ശേഷം ഇതിൽ നിന്നൊരു തുടർച്ചയാണ് സ്വർഗരാജ്യത്തിലെ ജീവിതം. സ്വർഗം എന്ന് പറയുമ്പോൾ ദൈവം എന്നതിനെയാണ് അർത്ഥം. ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവാണ് സ്വർഗം. പൂർണ്ണമായൊരു ആത്മാവ് ദൈവത്തിൽ ലയിച്ചു ചേരുന്ന ആ സായുജ്യമടയുന്ന നിമിഷം അയാൾ സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് യേശു ആണെന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനാണ് വഴി. ഈ വഴിയിലായിരിക്കുന്ന വ്യക്തി ദൈവരാജ്യത്തിലാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അയാളിപ്പോൾ ഈ ലോകത്തിൽ ശരീരത്തോടു കൂടി മറ്റു മനുഷ്യരെ പോലെ ലൗകികമായ അധ്വാനങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. ഭൗതികമായ, ബൗദ്ധികമായ, ശാരീരികമായ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ആ വ്യക്തി ഏർപ്പെടുന്നുണ്ടെങ്കിലും അയാളുടെ ആത്മാവിലുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവ് ആ വ്യക്തിയെ യേശു ക്രിസ്തുവിൽ ആക്കിയിരിക്കുന്നു, ദൈവരാജ്യത്തിലാക്കിയിരിക്കുന്നു. അയാൾ പൂർണ്ണമായി യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നാണ് ഇപ്പം നമ്മൾ വായിച്ചത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ യാക്കോബ് ശ്ലീഹ പറയുന്ന വചനം ഇതിനോട് കൂട്ടിച്ചേർത്ത് നമുക്ക് വായിക്കാൻ പറ്റും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആഴത്തിൽ അത് പഠിക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ മുന്തിരിച്ചെടിയും ശാഖകളും എന്നുള്ള ഉപമയിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കണം. ഞാൻ ആ വചനഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് വെട്ടിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇനി ആ മുന്തിരിച്ചെടിയും ശാഖകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഈശോ കുറച്ചും കൂടെ കടന്നു ചെല്ലുന്നതായി യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇതാണ് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിൽ പറഞ്ഞത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. ഇത് രണ്ടും ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. തുടർന്ന് നമുക്ക് വായിക്കാം. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. എന്നിട്ട് തുടർന്ന് ഈശോ പറയുകയാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ആഴമുള്ള സന്ദേശം നൽകുന്ന ഒരു തിരുവചനമാണ് ഇപ്പം നമ്മൾ വായിച്ചത്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ പറയുമ്പോൾ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല
എന്നുള്ള വചനം തെറ്റാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മധ്യ കേരളത്തിൽ നിന്നാണ് വരുന്നത്. സ്ഥലം എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ മധ്യ കേരളം എന്നൊരു വാക്കുകൊണ്ട് അതിനെ അവതരിപ്പിക്കുക. ഞാൻ 5 വർഷം മുമ്പ് ചെകുത്താൻ്റെ സഭയിൽ അംഗമായി തീർന്നു. ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് അച്ഛൻ ചോദിച്ചാൽ, അച്ഛൻ എന്നോട് പറഞ്ഞില്ല. ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് താങ്കൾ ചോദിച്ചാൽ, നിങ്ങളുടെ ദൈവത്തെക്കാൾ കൂടുതലായി എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഞാൻ ചോദിച്ചു, എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളിവിടെ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നു, നിങ്ങളിവിടെ ബൈബിൾ പ്രസംഗിക്കുന്നു, ജനങ്ങളെ മാനസാന്തരപ്പെടുത്തുന്നു, ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു എന്നെല്ലാം നിങ്ങൾ അവകാശപ്പെടുന്നു. ഞാനതൊക്കെ വിശ്വസിച്ച് പലരും പറഞ്ഞതൊക്കെ നേരാന്ന് കരുതി നടന്നിരുന്നയാളാണ്. പക്ഷേ ഞാനിപ്പോൾ ദ ചർച്ച് ഓഫ് ഡെവിൾ, പിശാചിൻ്റെ സഭയിലെ അംഗമാണ്. കരിങ്കുർബാന അല്ലെങ്കിൽ ബ്ലാക്ക് മാസ് അർപ്പിക്കുന്നതിന് കത്തോലിക്ക പള്ളികളിൽ പോയി അവിടുന്ന് ഓസ്തി അപ്പം മോഷ്ടിച്ചു കൊണ്ട് കൊടുക്കുന്ന ജോലിയാണ് എൻ്റേത്. ഞാൻ അവരുടെ സംഘത്തിൽ ചേർന്ന് പിശാചിനെ ആരാധിക്കും. നിങ്ങൾ പിശാചെന്ന് പറയുന്നത് ഞങ്ങൾ പിശാചെന്ന് പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്ന പിശാചാണ് ഞങ്ങളുടെ ദൈവം. ഏകദൈവം എന്നുള്ള സങ്കല്പം ക്രൈസ്തവ മതത്തിൻ്റെയും മുസ്ലിം മതത്തിൻ്റെയാണ്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ മതത്തിൽ പറഞ്ഞിരിക്കുന്ന ബഹുദൈവ സങ്കല്പമാണ് ഞങ്ങളുടേത്. ഞാൻ പറഞ്ഞു, ആരായി ഞങ്ങളെന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, അമേരിക്കയിൽ ഈ സാത്താൻ്റെ സഭയുണ്ടാക്കിയവ ആ ലാവേ എന്ന് പറയുന്ന ആളുടെ ശിഷ്യന്മാർ, അതിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു, എന്താണിപ്പം താങ്കളുടെ ഈ ആഗമനോദ്ദേശം? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഈശോ പറഞ്ഞ വചനം തെറ്റാണെന്ന് ഞാൻ 5 വർഷം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. ഞാൻ യേശുവിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഞാൻ യേശുവിനെ ഏറ്റവും നീചമായ വാക്കുകൾ കൊണ്ട് ചീത്ത വിളിക്കും. ഒരു ദിവസം 1000-2000 തവണ ഞാൻ യേശുവിനെ അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിച്ച് അങ്ങേയറ്റം മോശമായ രീതിയിൽ യേശുവിനെ കുറിച്ച് സംസാരിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ യേശുവിന് എന്നെ തൊടാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു രോമം പോലും എന്നെ നീക്കിക്കളയാൻ നിങ്ങളുടെ യേശുവിന് പറ്റില്ല. എൻ്റെ ദൈവമായ നിങ്ങൾ വിളിക്കുന്ന പിശാച് എൻ്റെ ദൈവമാണ്. എനിക്ക് സർവശക്തനാണ്. അവൻ എനിക്ക് എന്തെല്ലാം ചെയ്തു തരുന്നുണ്ടെന്ന് താങ്കൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കാനോ വാദിക്കാനോ കൂടുതൽ സംസാരിക്കാനോ നിന്നില്ല. അയാളോട് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല. താങ്കൾ എൻ്റെ അടുക്കൽ വന്നത് സത്യസന്ധമായ സത്യാന്വേഷണ മനസ്സോടുകൂടി ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കാമായിരുന്നു. പക്ഷേ താങ്കൾ ഏത് അരൂപിയാൽ നിയന്ത്രിക്കപ്പെടുന്നുവോ ആ അരൂപിയുടെ ശക്തി പ്രകടമാക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നത് കൊണ്ട് ഈശോ പറഞ്ഞ വചനം ഞാനിപ്പോൾ പാലിക്കും. പന്നിയുടെ മുമ്പിൽ മുത്തെറിഞ്ഞു കൊടുക്കരുത്. ഞാൻ താങ്കളെ പന്നി എന്ന് വിളിക്കുകയല്ല. മുത്തിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത പന്നിയുടെ മുമ്പിൽ മുത്ത് കൊടുത്താൽ ഈ മുത്ത് ചെളിയിൽ വിസർജ്യ വസ്തുക്കളിൽ അത് ചവിട്ടി താഴ്ത്തി കളയുന്നത് പോലെ ഞാൻ പറയുന്ന ദൈവിക വെളിപാടിൻ്റെ തിരുവചനത്തിൻ്റെ അർത്ഥവും ആഴവും അറിയാത്ത താങ്കളോട് അങ്ങനെയുള്ള തിരുസത്യങ്ങളെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞ് സാത്താൻ്റെ പാപമൊഴികളിൽ വിശ്വസിച്ചിരിക്കുന്ന താങ്കളോട് ദൈവവചനം പറയുന്നതിന് മുമ്പ് ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് താങ്കൾ ദൈവവചനം കേൾക്കാനായിട്ട് തയ്യാറാകുന്ന അവസ്ഥയിലേക്ക് താങ്കളെ ഉയർത്തിയതിന് ശേഷം മാത്രമേ ഞാനത് ചെയ്യുകയുള്ളൂ. അദ്ദേഹം പെട്ടെന്ന് എനിക്ക് കൈ തന്നിട്ടങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ കൈ തരാൻ വേണ്ടി കൈ നീട്ടിയ ഞാൻ കൈ വാങ്ങിയില്ല. ഞാൻ ഷേക്ക് ഹാൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. മറ്റൊന്നും കൊണ്ടുമല്ല, അദ്ദേഹത്തിൻ്റെതായ പല ഗൂഢോദ്ദേശങ്ങൾ കാണും. ഞാൻ കൈ കൂപ്പിയിട്ട് പറഞ്ഞു, താങ്കളുടെ ഹൃദയവാതിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഈശോയ്ക്കാണ് ഞാനിപ്പം കൈ കൂപ്പിയത്. അപ്പം പറഞ്ഞു, അതെന്താ പണിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, താങ്കൾ വായിച്ചിട്ടില്ലാത്ത ബൈബിളിലൊരു വചനമുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന വചനമാണ്, ഞാൻ വായിക്കുന്ന ബൈബിളിലെ വചനമാണ്. വെളിപാട് 3:20 അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ഏതായി വെളിപാടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബൈബിളിലെ 73 പുസ്തകങ്ങൾ അവസാനത്തെ പുസ്തകമാണ് വെളിപാട് പുസ്തകം. അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപാടുകളാണ്. അതറിയാത്തതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ സാത്താൻ്റെ സന്ദേശത്തിൻ്റെ പുറകെ പോയത്. ഒരിടത്തും ഒരു ധ്യാനം പോലും കൂടിയിട്ടില്ല. സഭയുടെ പ്രബോധനം ഇതെന്ന് അറിഞ്ഞുകൂടാ.
ബൈബിൾ എന്തെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, വെളിപാട് 3:20 പറയും, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് തന്നാൽ ഞാൻ അവൻ്റെ അകത്ത് വരും. അതായത് താങ്കൾ യേശുവിനെ തള്ളിക്കളഞ്ഞിട്ടും യേശു താങ്കളുടെ ആത്മവാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുക. ആ യേശുവിനാണ് ഞാനിപ്പോൾ സ്തുതി പറഞ്ഞത്. അങ്ങനെ ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞു. അയാൾ പറഞ്ഞത് നേരാണ്. യേശുവിനെ കൂടാതെ അയാൾക്ക് പലതും ചെയ്യാൻ പറ്റി, യേശുവിനെ കൂടാതെ അയാൾക്ക് പലതും നേടാൻ പറ്റി. ഇവിടെയാണ് ആത്മീയ ജ്ഞാനത്തോടുകൂടി ഈ പറഞ്ഞ വാക്കുകളെ ഒന്ന് അപഗ്രഥിക്കേണ്ടത്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് യോഹന്നാൻ 15:5 പറഞ്ഞ വചനത്തിൻ്റെ അർത്ഥം, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക്, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നിത്യം നിലനിൽക്കുന്നതും ആത്മാവിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതും വെറും ലൗകിക, ജഡിക, ഭൗതിക സംഭാവനകൾ മാത്രമല്ല, അങ്ങനെയുള്ള നേട്ടങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഉപരി നിത്യം നിലനിൽക്കുന്നതായ ശാശ്വതമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത്. അതായത് നിത്യം നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ സംഭവിക്കുന്നത് ലൗകികമായി, ഭൗതികമായി ഈ ലോകത്തെ സമ്പത്ത്, സുഖം, ആരോഗ്യം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് കരുതുന്ന ഒരു ജഡിക പ്രവണത അല്ലെങ്കിൽ ലൗകിക മനസ്സ് നമുക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള ബാഹ്യമായ, ഭൗതികമായ, ലൗകികമായ നേട്ടങ്ങൾ കിട്ടിയ ദൈവാനുഗ്രഹമായിട്ട് നമ്മൾ കൂട്ടും. ഇതൊന്നുമില്ലെങ്കിലും ആത്മാവിന് ദൈവൈക്യമുണ്ടെങ്കിൽ, അഭിഷേകമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈശോ അതാ പറഞ്ഞത്. അങ്ങനെ ആത്മാവിന് ഉപകാരപ്രദമായ നിത്യം നിലനിൽക്കുന്ന ഒരു കാര്യവും ചെയ്യുവാൻ, അത് സ്വന്തമാക്കുവാൻ എൻ്റെ സഹായം കൂടാതെ നിങ്ങൾക്ക് പറ്റില്ലെന്നാണ് ഈശോ പറഞ്ഞത്. റോമാലേഖനം 8-ാം 1 തിരുവചനത്തിൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, യേശുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അവർ വിധിയുടെ നിമിഷത്തിൽ അവർ രക്ഷയിലേക്കുള്ള വിധിയാണ് അവർ കേൾക്കാൻ പോകുന്നത്. എന്നേക്കുമായി യേശുവിൻ്റെ സാന്നിധ്യ നിറവിൽ സ്വർഗത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ കഴിയാൻ അവർക്ക് സാധിക്കും. രക്ഷയിലേക്കുള്ള വിധി അവർ നേരിടും. എന്നാൽ യേശുവിൽ നിന്ന് അകന്നു പോകുന്നവരാണ് ഈ ശിക്ഷയുടെ വിധി നേരിടേണ്ടി വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകളും പരിശ്രമങ്ങളും, നമ്മുടെ ഈ ലോക ജീവിതത്തിലെ സകല അധ്വാനങ്ങളും, എല്ലാ തരത്തിലുള്ള കഠിനാധ്വാനങ്ങളും പരിശ്രമങ്ങളെല്ലാം ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക്, ഒരു പ്രത്യേകമായ ആത്മീയ നന്മ സ്വന്തമാക്കാനുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ. ആത്മാവിന് അഭിഷേകം നൽകുന്ന, ആത്മാവിന് ഉപകാരപ്രദമാകുന്ന, നിത്യജീവന് ഉപകരിക്കുന്ന നേട്ടങ്ങളാണ് നേട്ടങ്ങൾ. മറ്റുള്ള നേട്ടങ്ങൾ താൽക്കാലികങ്ങളാണ്, താൽക്കാലിക ലൗകിക ഭൗതിക നേട്ടങ്ങളാണത്. അതിൽ തന്നെ വേണ്ടാത്തതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ കിട്ടുന്ന എല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ഒരു ജീവിതം, അത് നമ്മെ രക്ഷയുടെ വിധിയിലേക്ക് നയിക്കട്ടെ. എൻ്റെ ഈശോയെ, അങ്ങയോട് ഐക്യപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം എന്നുള്ള ഒരു സത്യം ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് വെളിപ്പെടുത്തി. അങ്ങയോട് ഐക്യപ്പെട്ട വിശുദ്ധ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ ഐക്യപ്പെട്ട ജീവിതത്തിന് വിഘാതമാകുന്ന ഒത്തിരി പൈശാചികമായ ശക്തികളുടെ സ്വാധീനങ്ങളും പ്രലോഭനങ്ങളും ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ, ദുരാത്മാവ് കാണിച്ചു തരുന്ന ഈ മായിക ലോകത്തിലെ ഞങ്ങളെ ആകർഷിക്കുന്ന എല്ലാ ലൗകികമായ കാര്യങ്ങളും, ദൈവികമല്ലാത്ത കാര്യങ്ങളും, പൈശാചികമായ കാര്യങ്ങളും, അതേതൊക്കെയാണ് തിരിച്ചറിഞ്ഞ് സ്വർഗത്തിലേക്ക്, ആത്മീയതയുടെ നിറവിലേക്ക് ഞങ്ങളെ നയിക്കുന്ന, അങ്ങയോട് ഐക്യപ്പെട്ട ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന മാത്രം ലക്ഷ്യം വെക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഇന്നത്തെ ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരുടെ മേൽ ഇപ്പോൾ അങ്ങയുടെ പരിശുദ്ധ കരം വയ്ക്കണമേ. അങ്ങ് നൽകിയ അധികാരം ഉപയോഗിച്ച് ഞാൻ ഈ ദാസർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് സംപ്രേഷണം ചെയ്യപ്പെടുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ തിരുസന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിശക്തി അവരോരോരുത്തരും വിശുദ്ധീകരിക്കട്ടെ. ശാരീരിക രോഗപീഠകളാൽ വലയുന്നവർ ആ രോഗപീഠകളിൽ നിന്ന് മോചിതരാകട്ടെ. മനസ്സിൻ്റെ
അസ്വസ്ഥതയും ഭാരവും ഭീതിയും നൊമ്പരവുമായി കഴിയുന്നവർക്ക് സൗഖ്യമുണ്ടാകട്ടെ. ആത്മാവിൽ വലിയ ദാരിദ്ര്യമുള്ളവർ ആത്മാവിൽ അഭിഷേകം പ്രാപിച്ച് അനുഗ്രഹീതരാകട്ടെ. കുടുംബങ്ങളിൽ അങ്ങയുടെ ഭരണമുണ്ടാകട്ടെ. ഓരോ സന്യാസ ഭവനത്തിലും ഇടവക കൂട്ടായ്മയിലും എല്ലാ ആത്മീയ ശുശ്രൂഷ മുന്നേറ്റങ്ങളിലും അങ്ങയുടെ സാന്നിധ്യവും അനുഗ്രഹവും കൃപയും നിറയട്ടെ. സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും മാധ്യസ്ഥം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. കാവൽ മാലാഖമാരുടെ കാവലുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് ഏപ്രിൽ 26 മുതൽ മെയ് 1 വരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ധ്യാനത്തിൽ ഈ കുടുംബം പങ്കെടുത്തിരുന്നു. ജോഷി ഇങ്ങോട്ട് കയറുന്നു. ജോഷി എന്ന സഹോദരൻ ഇരിങ്ങാലക്കുടയിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. ഭാര്യ ബിന്ദു, 2 മക്കൾ സ്നേഹ, സെബിൻ. ഈ കുഞ്ഞ് 1.25 വർഷം മുമ്പ് ജനിക്കുമ്പോൾ പൂർണ്ണമായി ശരീരശേഷി ഒന്നുമില്ലാതെ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ട്, എന്ന് പറഞ്ഞാൽ ബുദ്ധി വളർച്ച എത്താത്ത ഒരു കുഞ്ഞായിട്ടാണ് ജനിച്ചത്. അതായത് ദൃഷ്ടി എങ്ങോട്ടും തിരിക്കില്ല, ആരെയും ഒന്നും തിരിച്ചറിയില്ല, അമ്മയെ പോലും തിരിച്ചറിയില്ല. ഇവിടെ ധ്യാനിക്കാൻ കൊണ്ടുവരുന്ന സമയം വരെ, ധ്യാനിക്കാൻ ഒരു വരുന്നത് വരെ കൊച്ചിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു. അവരുടെ വീടിനടുത്തുള്ള മാളയിലാണ് ഇവരുടെ വീട്. അവിടെ ഇവിടുത്തെ അഷ്ടമിച്ചിറ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കാര്യമായി ഗുണം കിട്ടിയില്ല. പിന്നെ മഞ്ഞപ്പുറയിലുള്ള ഒരു സിസ്റ്ററുടെ ഈ നാഡീ ചികിത്സയ്ക്ക് പോകാനായിട്ട് ആലോചിച്ചെങ്കിലും നടന്നില്ല. ഇവിടെ പോട്ടയിലുള്ള ധന്യ ഹോസ്പിറ്റൽ ഡോക്ടർ ന്യൂട്ടൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് പൂർണ്ണമായിട്ട് അങ്ങനെ മാറില്ല, എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാകും, ക്രമേണ ബെറ്ററായി വന്നെന്ന് വരാം എന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് തുടരുകയായിരുന്നു. ഈ കൊച്ചിൻ്റെ കാലുകൾക്ക് യാതൊരു ബലവുമില്ല, വെറുതെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കും. നിലത്ത് കാല് കുത്തിയാൽ കാല് ചുരുണ്ടുകൂടി താഴേക്ക് അങ്ങ് വീഴും. അരക്കെട്ടിന് യാതൊരു ബലമില്ല. ഈ കഴുത്ത് നിവർത്തി പിടിക്കില്ല. നേരത്തെ കൊച്ചിനെ എങ്ങനെ പിടിച്ചിരുന്ന് കാണിച്ച് എൻ്റെ അടുത്ത് പ്രാർത്ഥിക കൊണ്ടുവരുമ്പോൾ എങ്ങനെ കൊണ്ടുവന്ന് ചരിച്ചിങ്ങനെ കിടത്തി, ഇതുപോലെ കിടത്തിയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. കൊച്ചിങ്ങനെ ഞെളിപിരി കൊണ്ടിങ്ങനെ വളഞ്ഞു ചുരുളും, എപ്പോഴും ഒരു പ്രത്യേക രീതിയിൽ ഒച്ച വെച്ചുകൊണ്ടിരിക്കും. അതായിരുന്നു കൊച്ചിൻ്റെ അവസ്ഥ. മാത്രമല്ല അമ്മയെന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അമ്മയെ തിരിച്ചറിയുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച ഇവിടെ വന്ന എല്ലാവരുടെയും തലയിൽ കവിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബിന്ദു കൊച്ചിനെ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന് ഞാൻ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു മാറ്റവും ആ സമയത്ത് സംഭവിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ബിന്ദു മാതാവിൻ്റെ ഈ ഗ്രോട്ടോയുടെ അടുക്കലേക്ക് പോയി. ഗ്രോട്ടോയുടെ മുമ്പിലുള്ള ഗ്രില്ലിൻ്റെ മുൻപിൽ കൊച്ചിനെ അവിടെ ഇരുത്തി. കൊച്ചിനെ നിലത്തേക്ക് ഇരുത്തി കഴിഞ്ഞപ്പോൾ ബിന്ദു പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം കാണുന്നു, കൊച്ച് താനെ ആ ഗ്രോട്ടോയുടെ ഗ്രില്ല് പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ തന്നെ ബിന്ദു കരഞ്ഞുകൊണ്ട് ഓടി എൻ്റെ അടുത്ത് വന്നു, എൻ്റെ കൊച്ച് കാലുകൾ ഉറച്ചു നിന്നെന്ന് പറഞ്ഞു. അതായത് നിലത്ത് കാല് ചവിട്ട് നിൽക്കാൻ പറ്റാത്ത, കാലുറയ്ക്കാത്ത കുഞ്ഞ്, കഴുത്ത് നിവർത്ത് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുകയുള്ളൂ, നിവരുന്നില്ലാത്ത കൊച്ച്. അവിടെ ഞാൻ നോക്കുമ്പോൾ ആ 2 കമ്പിയിലും പിടിച്ച് ചാടി ചാടി നിൽക്കുന്നു. മുകളിലേക്ക് മാതാവിൻ്റെ രൂപം നോക്കി നിൽക്കുന്നു. ഒരു 15 മിനിറ്റ് നേരം ഞാൻ പോയി വിടുവിക്കാൻ നോക്കിയിട്ട് വിടുന്നില്ല. ആ ഗ്രില്ലിൽ പിടിച്ചുകൊണ്ട് 15 മിനിറ്റ് നേരം മാതാവിൻ്റെ രൂപത്തിൽ നോക്കി അവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നീട് കൊച്ചിന് ക്രമേണ വ്യത്യാസം വന്നു തുടങ്ങി. ഇന്നലെ അവിടെ ചെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ ചെന്നപ്പോൾ ഉറക്കത്തിനിടയ്ക്ക് എഴുന്നേറ്റ് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കൊച്ച് കരയാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് അമ്മയെന്ന് വിളിക്കുന്നത്. നേരത്തെ ആരെയും തിരിച്ചറിയില്ല, അമ്മയെന്ന് വിളിക്കില്ല. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിനെ എടുത്ത് അച്ഛന്മാരുടെ ഭക്ഷണമുറിയിൽ മേശയിൽ നിർത്തി ആ കാലുകൾ പതുക്കെ എടുത്ത് മുന്നോട്ട് വെച്ച് ചരിക്കാൻ നോക്കുന്നു, എടുത്ത് കുതിച്ച് ചാടുന്നു. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായി. ഇനി പിന്നെ ജോഷിയുടെ അനുഭവം, കൊച്ചിൻ്റെ രോഗശാന്തി അനുഭവം ഇങ്ങോട്ട് പറഞ്ഞു. ഡോക്ടറെ 2 ഡോക്ടർമാരെ കാണിച്ചു. അവരതിൽ ഡോക്ടർമാർ പറഞ്ഞത് എങ്ങനെയായാലും എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയായാലും നോക്ക്, ഡോക്ടർ ഇത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളോട് ധ്യാനം കൂടാൻ വന്നത്. അങ്ങനെ ധ്യാനം കൂടി വെള്ളിയാഴ്ച മാതാവിൻ്റെ ഗ്ലോട്ടയുടെ മുമ്പിൽ ഇവനെ എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ എനിക്ക് ആ ഗ്രില്ലിൽ പിടിക്കായിരുന്നു. ഇവിടെ മാതാവിൻ്റെ മോത്തിക്ക് നോക്കി നിൽക്കായിരുന്നു.
കാലിന് സാധനമില്ലാണ്ട് തലയൊക്കെ ഒടിഞ്ഞു മാറി കിടന്നിരുന്ന കൊച്ച് പെട്ടെന്ന് ചാടി എന്നിട്ട് അവിടെ പിടിച്ച് മാതാവിൻ്റെ ആ ഗ്ലോട്ടയിലേക്ക് നോക്കിയിട്ട് ആ ഗ്രില്ല് പിടിച്ച് നിൽക്കുകയായിരുന്നു ഒരു 10-15 മിനിറ്റോളം. ഇവള് അച്ഛനെ വിളിച്ചു. അച്ഛൻ അപ്പോൾ തന്നെ ഓടി വന്നു. അച്ഛൻ കുറച്ചു നേരം നോക്കി അവനെ പിടിച്ചു, 2 അടി നടത്തിച്ചു അച്ഛൻ. ഇപ്പോഴീ കൊച്ചിൻ്റെ പ്രത്യേകത, കൊച്ചിനെ നിലത്ത് നിർത്തിക്കേ. കൊച്ച് ഇപ്പോൾ ഇങ്ങനെ സ്വന്തം കാലിൽ നിൽക്കും, പതുക്കെ കാലുകൾ സ്റ്റെപ്പ് എടുത്ത് നടക്കും. ഇപ്പോൾ കൊച്ചിന് കരയുന്നുണ്ടെന്നേ ഉള്ളൂ. നേരത്തെ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊന്നുമില്ല. ഒരു പ്രത്യേക ഹൗളിങ് മാത്രം, ഒരു വലിയ ബഹളം മാത്രമേ കൊച്ചിനുണ്ടായിരുന്നുള്ളൂ. കൊച്ചിന് ഒന്നിനോടും പ്രതികരിക്കാൻ പറ്റില്ല. ഇപ്പോൾ കൊച്ച് ഓരോ വസ്തുക്കൾ കണ്ട് പ്രതികരിച്ചു തുടങ്ങി. മാത്രമല്ല കാലിന് ബലം കിട്ടി, കഴുത്ത് സ്വന്തമായിട്ട് നിവർത്തി നിൽക്കാനായിട്ട് പറ്റുന്ന പോലെ അത്ഭുതകരമായ സൗഖ്യം കിട്ടി. അതായത് ഒരാഴ്ച ധ്യാനത്തിൽ കൂടി ഇതിൻ്റെ ഫലം വരുന്നത് ധ്യാനമൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ മണിക്കൂറിലാണ്. ആ സമയത്തുള്ള ഏതെങ്കിലും ശുശ്രൂഷ സമയത്തൊക്കെ അനുഗ്രഹം കിട്ടുന്നുണ്ടായിരുന്നു കുഞ്ഞിന്. പക്ഷേ ആ അനുഗ്രഹങ്ങളൊക്കെ അതിൻ്റെ മകുടമണിഞ്ഞത് ആ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോഴാണ്. മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോഴുള്ള വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു തെളിവാണിത്. ആ ഗ്രോട്ടോയുടെ മുമ്പിൽ കൊണ്ടുപോയി കൊച്ചിനെ ഇരുത്തിയപ്പോൾ കൊച്ച് കാലുകൾക്ക് ബലം കിട്ടിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് കൊച്ച് താനെ ആ ഗ്രില്ലിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്ന് മാതാവിൻ്റെ രൂപം നോക്കി ഇങ്ങനെ ചാടി നിൽക്കുകയാണ്. 15 മിനിറ്റ് നേരം കൊച്ചവിടെ ഉണ്ടായിരുന്നു. കുറേ പേരത് നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. കർത്താവ് നൽകിയ വലിയ സൗഖ്യത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.